ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോബ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായിരിക്കും. മെയിൻലി വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ജോലി നോക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. എസ്പെഷ്യലി വീട്ടമ്മമാരും നമ്മുടെ വിദ്യാർത്ഥികൾ മീൻസ് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാർ, ഈവൻ 10th പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾ വരെ ഫോണിൽ കൂടെ എങ്ങനെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇതുപോലെ പ്രൊമോഷൻ വർക്ക്സും കാര്യങ്ങളും ഒക്കെ, ഡേറ്റ എൻട്രി, അതുപോലുള്ള ഒരുപാട് ഓൺലൈൻ ജോബ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ജോലികൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതൊരാളായാലും, ഇപ്പോൾ ജോലിയുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി എസ്പെഷ്യലി ഗേൾസ് കേട്ടോ. ബോയ്സിനേക്കാൾ കൂടുതൽ ഗേൾസാണ് ഇതുപോലെയുള്ള ജോബ്സ് നോക്കുന്നത്. പിന്നെ ബോയ്സ് ആകുമ്പം അവർ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഫോൺ കൊണ്ട് ചെയ്യുന്ന ജോബിന് പുറമെ അവരല്ലാതെ അവരുടെ ഹാർഡ് വർക്ക് വെച്ച് പുറത്ത് പോയി ഡയറക്റ്റ് ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും അവർ കൂടുതലും ശ്രമിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഇതുപോലെയുള്ള പാർട്ട് ടൈം ജോബ്സ് ഡേറ്റ എൻട്രി ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം, പക്ഷേ കൂടുതലും ഗേൾസാണ്. ഓക്കെ, അപ്പം ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ അവർക്ക് വേണ്ടി ഒരു ജോബ് ഓഫർ തരാനോ അല്ലെങ്കിൽ ഇന്ന പാർട്ട് ടൈം ജോബ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ എൻട്രി ജോബ് ഉണ്ട് അങ്ങനെയുള്ള ഓഫേഴ്സ് ഒന്നും അല്ല കേട്ടോ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക, നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. നമുക്കൊരു മെസ്സേജ് വന്നാലോ അല്ലെങ്കിൽ നമ്മളോടുള്ള സംസാരിച്ചാലോ എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, എസ്പെഷ്യലി ഗേൾസ്. അപ്പോൾ ഗേൾസിന് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഒരു വീഡിയോ. ബോയ്സും കാണുക. കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം ഓരോ ആൾക്കാരുടെ മൈൻഡ് എങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പം എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ഒരു ഫ്രണ്ട് സോൾവ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ സോൾവ് ചെയ്യുന്നത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക. ഫുൾ വീഡിയോ ഇരുന്ന് ക്ഷമയോടുകൂടി തന്നെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഫാമിലി മെമ്പേഴ്സിനായാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ടല്ല പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ മാക്സിമം ഷെയർ ദിസ് വീഡിയോ ടു എവറി വൺ. ഓക്കെ, അപ്പം എനിക്ക് പറയുന്നത്, ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഞാൻ ഓൾറെഡി നേരത്തെ എനിക്ക് ജോബ് കിട്ടുന്നതിന് മുമ്പേയൊക്കെ ഞാനിങ്ങനെ ജോബ് നോക്കുന്ന ആളാണ്. എനിക്ക് പേഴ്സണലി വർക്ക് ഫ്രം ഹോമാണ് ഓൾറെഡി ഇഷ്ടം. എനിക്ക് അങ്ങനെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാര്യം എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിലിരിക്കാനായിട്ടാണ് ഇഷ്ടം. ആൻഡ് ദൈവസഹായം കൊണ്ട് ഞാനിപ്പം വർക്ക് ഫ്രം ഹോം തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ജോബ് കിട്ടുന്നതിന് മുമ്പായാലും ഇപ്പോഴായാലും ഒക്കെ പാർട്ട് ടൈം ജോബ്സ് ആയാലും കാര്യങ്ങളായാലും ഓൺലൈനിലുള്ള ജോബ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്, നിങ്ങളെപ്പോലെ തന്നെ. ഓക്കെ, പക്ഷേ എല്ലാ ചതിക്കുഴികളിലും ഞാൻ പോയി ചാടാറില്ല. ഇനി അങ്ങോട്ട് ചാടുമെന്ന് അറിയില്ല, മാക്സിമം ചാടാതെ സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ എനിക്കിതുപോലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഞാനിതുപോലെ ജോബ് നോക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാളെനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2-3 ഗ്രൂപ്പിലുണ്ട് അതുപോലുള്ള ജോബിൻ്റെ ഗ്രൂപ്പിൽ. നിങ്ങൾ എപ്പോഴും ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ഗ്രൂപ്പിൽ കയറുമ്പോൾ നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. അതിൽ അഡ്മിൻസ് അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ അഡ്മിൻസിനെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ എനിക്കിതുപോലെ മെസ്സേജ് വന്നത് ജസ്റ്റ് ഹലോ ആയിരുന്നു. അപ്പം ഞാൻ നോക്കി, കാര്യം എനിക്ക് ഇതുപോലെ കുറേ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കാര്യം ഒബ്വിയസ്ലി ഇതുപോലെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നെ എന്നല്ല, എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ ഒരു റീസെൻ്റായിട്ട് കുറച്ച് മെസ്സേജസ് ഇതുപോലെ വരുന്നതുകൊണ്ട്, ലൈക്ക് അറിയാത്ത ആൾക്കാർ വരുന്നുണ്ട്. അപ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ ഹായ് പറയുമ്പോഴേ എനിക്ക് അറിയാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ ഹുവാരി പോലും ചോദിക്കില്ല. അപ്പോഴേ ഞാൻ ബ്ലോക്ക് ചെയ്ത ഒരാളായിരുന്നു. കാര്യം എനിക്ക് അത്ര ടെൻഷനായിരുന്നു. എനിക്കൊരു മെസ്സേജ് എനിക്ക് അറിയാത്ത മെസ്സേജ് എനിക്ക് എന്തിനാ എനിക്കറിയില്ല, എനിക്കെന്തോ ഭയങ്കര ടെൻഷനായിരുന്നു. ഇങ്ങനെ ഹാക്കർ, സ്പാം, അങ്ങനെയൊക്കെ കുറേ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു പേടിയൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇങ്ങനെ അൺവാണ്ടഡ് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഫസ്റ്റ് ടൈം ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ തന്നെ ആലോചിച്ചു. എന്താ കാര്യം, നമുക്ക് ഇപ്പം ജോബിനൊക്കെ കയറിയുണ്ട്, നമുക്ക് മേ ബി ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഹുവാരിയൊന്നെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കെങ്കിലും അയക്കാറുണ്ട്. പിന്നീട് എനിക്കറിയാത്ത ആളാണ്, പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ പുള്ളിക്കാരുടെയൊക്കെ ഉദ്ദേശം ഇതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ടൈമിൽ ആ ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് മെസ്സേജിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇതായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മെസ്സേജിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പഴയ കാര്യങ്ങളിലേക്ക് പോയത്. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം. അപ്പം ഇന്ന് രാവിലെ മെസ്സേജിന് ഹലോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഹായ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴേക്ക് ഞാൻ ഈ പുള്ളി ഹലോ അയച്ച ടൈമിൽ തന്നെ ഞാൻ പുള്ളിനെ നോക്കി. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ കോമൺ ആയിട്ട് ആ ഒരു ജോബിൻ്റെ സെർച്ച് ചെയ്യുന്ന ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു, ഒന്നുകിൽ ലൈക്ക് എല്ലാവരെയും നമ്മൾ അങ്ങനെ ആ ഒരു കണ്ണോട് കാണുന്നത് ശരിയല്ലല്ലോ. ഒന്നുകിൽ ഇതുപോലെ DP കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയച്ചായിരിക്കും, അല്ലെന്നുണ്ടെങ്കിലും മേ ബി ജോബിൻ്റെ കാര്യം എന്തെങ്കിലും തിരക്കാനായിരിക്കും. അങ്ങനെ പുള്ളി എന്നോട് ചോദിച്ചു, ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ഇംഗ്ലീഷിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു. കാര്യം ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജോബ് സെർച്ച് ചെയ്യാനായിട്ടായിരിക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നത്. അത് ഏത് പൊട്ടനും അറിയാലോ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു, ഈ പുള്ളി എന്തോ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ എൻട്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ വർക്കൊക്കെ ഇല്ല പ്രൊമോഷൻ വർക്കൊക്കെ. കാര്യം ഞാൻ അങ്ങനെ കുറേ തിരക്കിയിരുന്നു.
അപ്പം ഞാൻ വെച്ചു അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞു അതെ ജോബ് നോക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം ആ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഏത് വർഷമാണ് ഗ്രാജുവേറ്റ് ആയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 2020 എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പാർട്ട് ടൈം ജോബ്സ് നോക്കുന്നുണ്ട്, അങ്ങനെ ആണ് ഗ്രൂപ്പിൽ ജോയിൻ ആയതൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു പുള്ളി ഇതുപോലെ ഒരുപാട് ഗേൾസിന് ജോബ് കൊടുക്കുന്ന ആളാണ്, എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള വുമൺ. ഞാൻ മാരീഡ് ആണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്ക് ഫ്രം ഹോമായിട്ട് എന്തെങ്കിലും ആയിരിക്കും, വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പുള്ളി ബാംഗ്ലൂരൊക്കെ ഒരു ബിസിനസ് മാനാണ്, അപ്പം പുള്ളിക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ട്, അപ്പോൾ പുള്ളി ആ പൈസ വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ത് ബിസിനസ്സാണ് ചോദിച്ചു. അപ്പോഴേക്കും എനിക്കൊരു എന്താ പറയുക ഒരു ഞാൻ വിചാരിച്ചു ഈ എന്താ പറയുക ഞാനൊരു ഫോറബിൾ ലിവിങ്സിൻ്റെ ഒരു പാർട്ട് ടൈം ജോബിൽ ജോയിൻ ആയിരുന്നു. ലൈക്ക് വർക്കൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ട്രെയിനിങ് സെക്ഷനൊക്കെ ആയപ്പം. പക്ഷേ അതൊരു ഡീസൻറ്റ് കമ്പനിയായിട്ട് എനിക്ക് തോന്നിയിട്ട്, അതൊരു ജെന്യൂൻ കമ്പനിയായിട്ട് എനിക്ക് തോന്നി. ഞാനത് കംപ്ലീറ്റ്ലി ജോയിൻ ആയത്. ഇപ്പം ഞാൻ ഗിഫ്റ്റ് ചെയ്തു, കാര്യം അമ്മയ്ക്കൊക്കെ വയ്യാണ്ടായി, അങ്ങനെ എനിക്ക് ട്രെയിനിങ് ഒന്നും കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാനതൊന്ന് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ അവരോട് ഡയറക്റ്റ് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ എനിക്ക് ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസും അതും ഇതും ജോബ് എല്ലാം കൂടി എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും റിവ്യൂ കറക്റ്റ് ടൈമിലൊന്നും ഇടാനൊന്നും ടൈം കിട്ടില്ല. സോ ഞാൻ ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പീസ് ആൻഡ് കാമായിട്ട് ക്വിറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫോർമൽ ലിവിങ്ങിൻ്റെത് ജെന്യൂനായിട്ട് തോന്നി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇതും അതുപോലെ എന്തോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പുള്ളിയുടെ നെക്സ്റ്റ് മെസ്സേജിന് ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി എന്നോട് പറഞ്ഞത് 3 മണിക്കൂർ പുള്ളിനോട് ചാറ്റ് ചെയ്താൽ പുള്ളി എനിക്ക് 3 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഞാനത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇന്ന് എന്താ എനിക്കറിയില്ല. ഞാൻ അത്രയെങ്കിലും ഞാൻ ആ പുള്ളിനോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നിയോണ്ടായിരിക്കാം, മേ ബി വർക്ക് ഫ്രം ഹോമിൻ്റെ എന്തെങ്കിലുമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പക്ഷേ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിന് ബ്ലോക്ക് ചെയ്യണം എന്നൊരു മൈൻഡോടാണ് ഞാൻ ആരാ നോക്കാം എന്താ കാര്യം നോക്കാം എന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഷോക്കായി. എന്താ പറയുന്നത് എനിക്കറിയാം, എനിക്ക് ചിരി വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ചിരി വരുന്നത്. ഇതിന് മുമ്പും അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഗേൾസിന് മാത്രമല്ല ബോയ്സിന് ഇങ്ങനെയൊക്കെ മെസ്സേജ് വരാതിരിക്കാം, എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഇതിലും വൾഗറായിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് എന്താ പേടിച്ചിട്ടുണ്ട് ചേച്ചി, നല്ല പേടിച്ചിട്ടുള്ള ടൈമുണ്ട്. കാര്യം ആദ്യമായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ DP അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെയായിരുന്നു എൻ്റെ തോട്ട് പോയത്. എന്നാൽ ഞാൻ ആലോചിച്ചില്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇതിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിരിക്കണം, നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് അന്ന് തോന്നിയില്ല ഗായ്സ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി പേഴ്സണലി. കാര്യം റീസെൻ്റ്ലി ആയാലും ഇപ്പം സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിലായാലും അല്ലാതെ ഒരുപാട് സോഷ്യൽ മീഡിയാസിൻ്റെ ഇഷ്യൂസായിട്ട് ഒരുപാട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. കാര്യം മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റാതെ അവരുടെ ഉള്ളിൽ ഒതുക്കി ലാസ്റ്റ് ഫൈനലിയാണ് ഈ സൂയിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്താലും എന്ത് ചെയ്താലും അവർക്കാണ് നഷ്ടം വരിക അല്ലേ. അവരും മരിക്കും 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ പോട്ടെ 2-3 കൊല്ലം കഴിയുമ്പോൾ ഈവൻ വീട്ടുകാർ പോലും ആ ഒരു ഇത് മറന്ന് ഉള്ളിൽ സങ്കടം കാണും. പക്ഷെ ആർക്കാണ് ലൈഫ് നഷ്ടമായത്, ആ ഒരു പേഴ്സണ് മാത്രമാണ് അവരുടെ ലൈഫ് നഷ്ടമായത്. സോ അങ്ങനെയുള്ള ഇതിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ അതാവട്ടെ. നിങ്ങൾ ഒരിക്കലും ഇത്തരം മെസ്സേജസ് വന്നിട്ട് നിങ്ങൾ പേടിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്തരം പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു, വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇതുപോലെ അയക്കില്ല. അപ്പോഴേക്ക് ഞാൻ എന്നോട് ഇതുപോലെ എന്താ ചാറ്റ് എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഇതുപോലെ ചാറ്റ് ചെയ്താൽ 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സോറി നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യുന്നില്ല. കാര്യം എൻ്റെ മൈൻഡിലൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ബ്ലോക്കും റിപ്പോർട്ടും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് നമ്പർ നോട്ട് ചെയ്യാനായിട്ട് പറയണം എന്നെനിക്കുണ്ടായിരുന്നു പേഴ്സണലി. കാര്യം ഇതുപോലെ പുള്ളി എനിക്ക് മാത്രമല്ല ഇതുപോലെ മെസ്സേജ് അയക്കുക, ആ ഗ്രൂപ്പിലെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലെ തന്നെയൊക്കെ. കാര്യം അവർ മെയിനായിട്ടും ഇതുപോലെ ജോബ് റിലേറ്റഡുള്ള ഗ്രൂപ്പിലായിരിക്കും ജോയിൻ ആവുക. കാര്യം ഓൾമോസ്റ്റ് എല്ലാ വീട്ടമ്മമാരും ഇത്തരം ഗ്രൂപ്പുകളിൽ കാണും. കാര്യം അവർ ഇതുപോലെ വീട്ടിൽ ജോബ് നോക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവർക്ക് ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടാണ് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. കാര്യം എല്ലാവർക്കും എല്ലാവരുടെ കണ്ടീഷനും ഒരുപോലെ ആയിരിക്കില്ല. കാര്യം കല്യാണം കഴിഞ്ഞാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം ജോബ് ചെയ്യാനായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ജോബ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല. മേ ബി ആ ഫാമിലിയിലുള്ള ആൾക്കാർ വിടാത്തതായിരിക്കാം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ചിലപ്പോൾ അവർക്ക് അവരാഗ്രഹിക്കുന്ന ജോബ് കിട്ടാത്തതായിരിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അത് നോക്കണം ജോബും. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു കുഴിയിൽ പെടാതിരിക്കുക ഗൈസ്. അപ്പം
എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്തേ പറ്റൂ എന്നുള്ളൊരിതുകൊണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിന്നുണ്ടായ ഒരു അനുഭവമാണിത്. പിന്നെ ആ പുള്ളി എനിക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു. ഇങ്ങനെ പൈസ അയച്ചത് 5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ വരെ. പുള്ളി എന്താ ചെയ്യാറിയോ, പേയിങ് ഇല്ലേ, നമ്മുടെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത്, പേടിഎം ആ തോന്നുന്നു, അതിനകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പെയ്ഡ് അല്ല പേയിങ് ആ ഒരു ഇത് അയച്ചിട്ട് എല്ലാവരുടെയും സ്ക്രീൻഷോട്ട്. അപ്പം ദാനു ഏതൊക്കെയോ കുറേ പേര്, എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ കുറേ പേര് അങ്ങനെ കുറേ പേരുടെ അയച്ചിട്ട് ഇതാണ് പ്രൂഫ്, ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിയാന്നൊക്കെ പറഞ്ഞു ടൈമൊക്കെ ഇങ്ങനെ വട്ടമൊക്കെ ഇട്ട് അയച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ആയിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെപ്തിലോട്ട് പോയി ചിന്തിച്ചപ്പോഴാണ് കാര്യം ഞാനിപ്പോൾ ആ ഒരു രീതിയിലെടുത്തു. കാര്യം എന്താ പറയുക, എനിക്ക് ഇതുപോലെ നേരത്തെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്, ഇതിനേക്കാൾ വൾഗറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇൻസ്റ്റയിലായിരുന്നു. അപ്പോഴേ ഞാൻ ബ്ലോക്കും ചെയ്ത് റിപ്പോർട്ട് ഒഴിച്ചു. പക്ഷേ അന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ജസ്റ്റ് എന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ വേറെ ഒരിടത്ത് അത് മേ ബി പോവില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു കേസ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പറയണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്യാതിട്ടപ്പോൾ ഈ പുള്ളി തുരാ മെസ്സേജ് ഈ ഡി പിയിൽ കാണുന്നത് ഞാനാണോ അങ്ങനെ അപ്പോഴേ ഞാൻ ചെന്നിട്ട് പുള്ളിയെ ബ്ലോക്കും ചെയ്തു, റിപ്പോർട്ട് അടിച്ചു. എനിക്ക് ഞാൻ ഓടി ചെന്ന എല്ലാ കാര്യങ്ങളും ഏട്ടനോട് പറയും കേട്ടോ. ഏട്ടനോട് ഇങ്ങനത്തെ കേസ് എനിക്ക് ഏട്ടനോട് പറഞ്ഞില്ലേ സമാധാനമില്ല. പക്ഷേ എല്ലാ വട്ടം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പേടിച്ച് കേട്ടോ, ഇങ്ങനെ ഒരാൾ മെസ്സേജ് അയച്ചു, ഇതെന്ത് ചെയ്യണം, ഇതെന്താ ഇങ്ങനെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നത്, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, എൻ്റെ പ്രൊഫൈലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഉറപ്പിലാക്കിയായിരിക്കും പറയുക. അപ്പം ഏട്ടനത് ഭയങ്കര കൂളായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുക. മേ ബി അതിൽ നിന്നായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. അതുപോലെ ലാസ്റ്റ് ആ ഇൻസ്റ്റയിൽ നിന്ന് എനിക്കൊരു വൾഗറായിട്ടൊരു മെസ്സേജ് വന്നപ്പോൾ ഏട്ടൻ ഇതുപോലെ പറഞ്ഞു, നീ ഇന്നെ പോലുള്ള ആൾക്കാരാണ് വേറൊരു കുട്ടി ഒരു കുഴിയിലേക്ക് ചാടിക്കുന്നത്, നീ ഇത് ജസ്റ്റ് ബ്ലോക്കും റിപ്പോർട്ടും ചെയ്യുന്ന ടൈമിൽ അവന്മാർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ ഇങ്ങനെയുള്ളത് ഇത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക പോലീസ് സ്റ്റേഷനിൽ എവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞാൽ വേറെ കുട്ടിയെങ്കിലും രക്ഷപ്പെടില്ലേ ചോദിച്ചത് അതെനിക്ക് എൻ്റെ മൈൻഡിൽ നല്ല കൊണ്ടു. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത് തന്നെ എനിക്ക് ഇങ്ങനെ എണ്ണം കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നമ്പറും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഡയറക്റ്റ് എനിക്ക് പോയി വാട്സപ്പിൽ കാണിക്കണം, നേരിട്ട് ചെന്ന് പറയുന്നതാണ് പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവൻ സമ്മതിക്കില്ല, ഇങ്ങനെ തുരിതരായിക്കില്ല. അങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ ഏട്ടനോട് ഇതുപോലെ കാര്യം പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ ബ്ലോക്ക് ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു തൽക്കാലം. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾക്കും ഇത്തരം ഫ്രോഡ് മെസ്സേജസ് വരാം. അപ്പം എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഇതിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പം എന്താ പറയുക, നമുക്ക് ചിലപ്പം ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴായാലും അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് പലർക്കും അറിയില്ല. പലരും ഡൗണായി പോകാറുണ്ട്, മീൻസ് പലരും പേടിച്ചിട്ടോ അല്ലെങ്കിൽ മെൻ്റലി ഒക്കെ ഡൗണായി പോകാറുണ്ട്. വീട്ടുകാരോട് ഷെയർ ചെയ്യാൻ പറ്റാണ്ടാവാറുണ്ട്. വീട്ടുകാരോട് ഷെയർ ചെയ്യേണ്ടത് തന്നില്ല, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോടോ നമുക്ക് ആരാണോ സേഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ആരോ ആയിക്കോട്ടെ, ആ ഒരു സൊല്യൂഷന് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, ഇയാൾക്ക് പറ്റുമെന്ന് തോന്നുന്ന ആ ഒരു വ്യക്തിക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അവരുടെ അപ്പം അവരതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരികയോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരികയോ ചെയ്യുക. ഇതൊന്നും വേണ്ട. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്ലോക്കും റിപ്പോർട്ട് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ജസ്റ്റ് ഇതുപോലൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സേഫ് ആവും. നിങ്ങളിത് പ്ലീസ് ഇത് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കട്ടെ, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ. ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചൊന്നുമല്ല, പക്ഷേ എനിക്ക് മൈൻഡിൽ ഇരുന്നിട്ട് പറ്റുന്നില്ല ഗൈസ്, നിങ്ങളവിടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാര്യം ഫുള്ളും ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾ വരെ ഇപ്പോൾ ഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് തന്നെ. ഞങ്ങളുടെ ടൈമിൽ നമുക്കൊന്നും ഫോൺ കിട്ടിയിട്ടില്ല. ഈ ഒരു ടൈമിൽ എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളാകുമ്പം അവർക്ക് അതിനുള്ള ആ ഒരു മെച്യൂരിറ്റി ലെവലും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ബോൾഡാണ് കേട്ടോ. എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര ബോൾഡാണ്. നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക. കാര്യം പല മെസ്സേജസ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസ് കാര്യങ്ങൾ വരാം. അതുപോലെ ആവശ്യമില്ലാത്ത ലിങ്ക് കാര്യങ്ങളൊക്കെ വരാം. അതിലൊന്നും നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്യാതൊക്കെ ഇരിക്കാം. ലിങ്ക് കാര്യങ്ങളിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഹാക്കിങ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരൻസിനോട് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് റിപ്പോർട്ട് മാത്രം ചെയ്താൽ പോരാ. അതുപോലെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്ന ഒരാളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ കാരണം മറ്റൊരാൾ നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്തു പോകും, പുള്ളിക്ക് അത്ര കിട്ടുള്ളൂ, പുള്ളി നമ്മൾ പോയ നെക്സ്റ്റ് പേഴ്സൺ അതിലേക്ക് പോകും. അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. പക്ഷേ നമ്മൾ കാരണം നമ്മളിപ്പോൾ ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് അയാൾ പോകും. അവിടെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് സ്വീകരിക്കുക. ഇതുപോലുള്ള ആൾക്കാരെ വളരെ സമ്മതിക്കാതിരിക്കാം. ഓക്കെ. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം. അതിനകത്ത് ജോയിൻ ആയിട്ട് പൈസ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഗൈസ്. അത് ആ സ്ക്രീൻഷോട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓക്കെ, ഇൻ കേസ് പൈസ കൊടുക്കോ ഇല്ലയോ, നിങ്ങളത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് റെസ്പോണ്ട് ചെയ്യുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. ഓക്കെ. അപ്പോൾ അത് പറയാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ.
അപ്പം വർക്ക് ഫ്രം ഹോമൊക്കെ നോക്കുന്നവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ എൻ്റെ അറിവിൽ ആ ഒരു 4 ഹവറിൻ്റെത് കൊള്ളാൻ കുഴപ്പമില്ല. ഞാൻ പിന്നെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്ത ആ ഒരു ടൈം വരെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏതാണ്ട് 2 ആഴ്ചത്തോളം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്കത് പേഴ്സണലി ഇഷ്ടമായി. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യാം. അല്ലാതെ വേറെ ഇപ്പോൾ എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും തൽക്കാലം എനിക്കിപ്പോൾ അറിയില്ല. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അറിയുകയാണെങ്കിൽ ഞാൻ തിരക്കി കണ്ടുപിടിച്ച് ജെന്യൂൻ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലുള്ള ഫ്രോഡ് പരിപാടിക്കൊന്നും നിൽക്കാൻ പോകരുത്. അതിലൊന്നും പോയി ചാടാതിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ബൈ.